ശീലേ, ആരുടെ കത്ത്? ഗൗതമേട്ടന്റെ. അതാ നീ സ്വപ്നം കണ്ടോണ്ട് നിന്നതല്ലേ? വീട് രാത്രി 11 മണി കഴിഞ്ഞ് റോട്ടിൽ വണ്ടി കൊണ്ടുവരിക, എന്നിട്ട് ഹോൺ അടിക്കാതെ ഇങ്ങോട്ട് കയറി വന്നാ മതി. സിമെന്റ് ഒന്ന് കാണണ്ടേ? സിമെന്റ് കാണണ്ടേ? എന്തോന്ന് കാണാൻ? കെട്ടിടം പണിക്ക് വാങ്ങിയ കൊറിയൻ സിമെന്റാ. കലർപ്പോ കലർപ്പോ? എന്റെ പേരേ സത്യശീലെന്ന. എന്റെ അച്ഛനെ എനിക്ക് അറിഞ്ഞിട്ട പേരാ. സത്യത്തിന് നിരക്കാത്തതായൊന്നും ഞാൻ ചെയ്യല. അപ്പൊ ഈ സിമെന്റ് വിൽക്കുന്നതോ? വർക്ക് സൈറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സിമെന്റാ. അത് വിൽക്കാനല്ല, പിന്നെ തിന്നാൻ പറ്റുമോ? ഏതായാലും സിമെന്റ് ഒന്ന് കാണണം. എന്നാവാ. എന്റെ പൊന്നു സാറേ, എനിക്ക് സിമെന്റ് വേണ്ട, പട്ടിയുടെ കടി കൊള്ളാൻ മേല. അല്ല ഇതിന്റെ ഒടുക്കത്തൊരു കൊരായ്യോ. ഓ, പാറക്കുറ്റിയുടെ ഇരിപ്പ് കണ്ടില്ലേ അളിയോ? ഈ പട്ടി ഇവിടെ നിന്ന് കൊണ്ട് കളയാവോ? അവൾ എന്റെ കൂടെ അല്ല അളിയാ കഴിയുന്നത്. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ കടിക്കാനിട്ട് ഓടിച്ചാലോ? ഞാൻ എന്ത് ചെയ്യും? എന്തിനാ മറ്റുള്ളവരോട് വരുന്നത്? അത് കൊള്ളാം. എന്റെ വീട്ടിൽ പല കാര്യത്തിനും പലരും വരും. അവരുടെ നേർക്ക് കുരച്ച പട്ടിയെ ഞാൻ വിഷം വെച്ച് കൊല്ലും. അതിനേക്കാൾ നല്ലത് എനിക്ക് ഇച്ചിരി വിഷം തരുന്നതാ. എന്തിനാ വിഷം തരുന്നത്? ഇത് മുഴുവൻ വിഷമല്ലേ? ആ വാ മോളെ. ഓ എന്റെ ദൈവമേ, ചക്കരയല്ലേ? പഞ്ചാരയാ. പട്ടിയെ കട്ടിലിൽ കിടത്താൻ കൊണ്ടുപോയതായിരിക്കും. പരിശീലിപ്പിക്കാൻ. പരിശീലിപ്പിക്കാനോ? റോക്കറ്റ് കയറ്റി ശൂന്യാകാശത്തിലേക്ക് വിടാൻ. നിങ്ങൾക്ക് ഇച്ചിരി വിഷം മേടിച്ചോണ്ട് വരാവോ? ഞാൻ ചോറ് ചേർത്ത് പട്ടിക്ക് കൊടുക്കാം. ഞാൻ ഏറ്റു. പണ്ടാരം ചത്തു കിട്ടുമല്ലോ. ഇടോ, ബെല്ലടിക്കുന്നു. അതെങ്ങനെയാ? ചെവി കേട്ടിട്ട് വേണ്ടേ? എന്താ മോളെ? ആ പിയോട് ഒന്ന് വരാൻ പറയൂ. അയ്യോ, ഇന്ന് ബിസ്ക്കറ്റ് വേണ്ടാന്ന് മോളല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വാങ്ങിയില്ല. എന്തോ കഴുകാമേ, ഇന്ന് തന്നെ കഴുകാം. ഇപ്പൊ പറയാം. ശ്രീമോള് കുഞ്ഞിനെ വിളിക്കണു. എന്താ ശ്രീമോളെ? ടേക്ക് യുവർ സീറ്റ്. എന്താ പക്കത്തിലെ നാട്ടുകാർക്കൊന്നും ചെവി കേട്ടൂടെ? ശ്രീമോൾ എന്തിനാ വിളിച്ചത്? This is for you. വേണ്ട, മോൾക്ക് കുടിക്കാനുള്ളതല്ലേ? 2 പേർക്ക് കുടിക്കാനുള്ള പാലുണ്ട്. പറയുന്നതനുസരിച്ചാ മതി. കുടിക്കൂ. വേണ്ട കുട്ടി, ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് കഴിച്ചോളാം. നോ എക്സ്പ്ലനേഷൻ. പാല് കുടിക്കൂ. എനിക്ക് വേണ്ട കുട്ടി. വേണ്ടല്ലോ. അതാരെടുക്കൂ. ബുക്കെടുക്കൂ. ഇവർക്കൂ. ആ പൂ എടുത്തോളൂ. അത് കാലത്തെ അമ്പലത്തിൽ വെച്ച് തന്ന പൂവാ. ഇഷ്ടപ്പെട്ട് തന്നത് കൊണ്ടാ ഞാൻ മേടിച്ചത്. പാല് വേണ്ടെങ്കിൽ എനിക്ക് പൂവും വേണ്ട. എന്താ ഇപ്പൊ മതിയായോ? പണ്ടത്തെ കെട്ടിടങ്ങൾ എന്തൊരു സ്ട്രോങ് ആണ് സാർ. അന്ന് കുമ്മായം കൂട്ടുന്നത് വരാൽ പശയിലാണെന്ന് കേട്ടിട്ടുണ്ട്. വരാൽ പശ? എന്താ? ഒരുതരം മീനില്ലേ, വരാല്, അതിന്റെ പശ. അതെങ്ങനെ എടുക്കുക? ഈ സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുക്കുമായിരിക്കും. എടോ, പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾക്ക് കലർപ്പില്ലായിരുന്നു. സിമെന്റും കുമ്മായും ഒക്കെ കൃത്യമായിട്ട് ചേർക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കെട്ടിടങ്ങളൊക്കെ സ്ട്രോങ് ആയിരിക്കുന്നത്. സിമെന്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കണക്കായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ സ്ട്രോങ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് സാർ. സാറേ, ഇതേ മോള് വരുന്നു. ഓ, അവളുടെ കാര്യം മറന്നുപോയി. ഡാഡി എന്താ ദൂരെ
കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ പ്രിയ കൂടെ വിളിച്ചോണ്ട് പോന്നു. കുറച്ച് ജോലി ഉണ്ടായിരുന്നു മോളെ. ജോലി തിരക്ക് വന്നാൽ ഡാഡി എന്നെ മറക്കും അല്ലേ? മോളെ മറക്കാനോ? ഡാഡി ഇവിടുന്ന് കമ്മിങ് ആകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാ മോളുടെ വരവ്. വാ ഡാഡി പോകാം. ഡാഡിക്ക് കുറച്ച് ജോലിയുണ്ട്. ഡ്രൈവറെ കൂട്ടിവിടാം. പത്തായി ഇങ്ങനെ. സോറി, ബുദ്ധിമുട്ടല്ലേ? ഇല്ല സർ. സാർ, ഷീലയും മോളുടെ കൂടെ കാറി പോയിക്കോളൂ. വേണ്ട സർ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. വാ പിയെ, നമുക്ക് കാറിൽ പോകാം. മോളെ, ഇനി പി എന്ന് വിളിക്കരുത്, ആന്റി എന്ന് വിളിക്കണം. ആന്റി, ആന്റി. പത്തായി സാർ, മോളെ വീട്ടിലിറക്കിയിട്ട് ഷീലയെ ഹോസ്റ്റലിൽ കൊണ്ടുവിടണം. ശരി സാർ. വാ ആന്റി, നമുക്ക് പോകാം. ഡാഡി ടാറ്റാ. ടാറ്റാ. സാർ, നമ്മുടെ കുട്ടപ്പന് ഒരു 500 രൂപ വായ്പ വേണമെന്ന് പറയുന്നു. എന്താ കാര്യം? അവന്റെ അച്ഛന്റെ അമ്മയുടെ മോളുടെ അല്ല അവന്റെ അമ്മാവന്റെ മോളുടെ കല്യാണമാണെന്ന്. ആ, ശനിയാഴ്ച ആവട്ടെ. ഓ, ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനോ? അച്ഛൻ മരിച്ചുപോയി. അപ്പോ എനിക്ക് മമ്മി ഇല്ല, ആന്റിക്ക് അച്ഛനും ഇല്ല. ഒന്ന് കാർ നിർത്തൂ. ആന്റി എന്താ ഇവിടെ ഇറങ്ങിയത്? ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. വീട്ടിൽ കയറിയിട്ട് പോയാ മതി. വേണ്ട മോളെ, നേരം പോയി. വരുന്നേ. ഇനി ഒരിക്കൽ വരാം. എന്നാ നാളെ വരുമോ? അയ്യോ, നാളെ ഞാൻ വീട്ടിൽ പോകും. എന്നാ തിരിച്ചു വരിക? തിങ്കളാഴ്ച. തിങ്കളാഴ്ച വരണം. തീർച്ചയായിട്ടും വരാം. മത്തായിച്ചേട്ടാ, ആന്റിയെ കൊണ്ട് പോയി ഹോസ്റ്റലിൽ വിട്ടിട്ട് വരണം. വേണ്ട മോളെ, ഞാൻ നടന്നു പോയിക്കൊള്ളാം. പോട്ടെ. ആന്റി, ടാറ്റാ. ടാറ്റാ. എന്താ വല്യമ്മേ? ലക്ഷ്മി കുട്ടിക്ക് തീരെ സുഖമില്ല. പ്രസവം അടുത്തിരിക്കുമല്ലേ, അതുകൊണ്ടാ. ഞാൻ തന്ന മരുന്ന് തന്നെ കൊടുത്തേരെ. വേറെ വിശേഷം വല്ലതും ഉണ്ടേലേ പിള്ളേരെ ആരെയെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചേരെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഡോക്ടർ. ശീല വരുന്ന വഴിയാ. ഏതായാലും കണി കൊള്ളാം. അറക്കണ്ട. ചാണകം വിശുദ്ധിയുടെ പ്രതീകമാണ്. പട്ടണത്തിൽ നിന്ന് വരുന്നതല്ലേ, വേണമെങ്കിൽ ചാണകവെള്ളം തളിച്ച് ഒന്ന് ശുദ്ധീകരിച്ചു കളയാം. എന്റെ മനസ്സിൽ ഒരഴുക്കില്ല, ശരീരത്തിലും. എന്തോ. ആ, ശീല അപ്പുറത്ത് തന്നിരിക്കും. ഞാൻ കൈ കഴുകിയിട്ട് അങ്ങോട്ട് വരാം. നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഡോക്ടർ സാർ എന്നാ പേര് മാറ്റിയത്?
പേര് മാറ്റിയോ? ദേ നോക്കണം. ഡോക്ടർ കൗതമൻ. കൗ പശു, തമൻ പ്രിയപ്പെട്ടവൻ. പശുവിന് പ്രിയപ്പെട്ടവൻ, അതായത് കാള. നല്ല പേരാ കേട്ടോ. എവിടെ ആ കൈ ഒന്ന് കാണട്ടെ. കാണട്ടെ. ഇത് ചുരണ്ടി ചെരുപ്പെടുത്താൻ നീ ഒത്തിരി മെനക്കെട്ടലോടി കൊച്ചേ. വല്ലപ്പോഴും എന്റെ പുറം ചൊറിഞ്ഞു തരാനുള്ള ഈ നഖം കൊണ്ട് നീ എന്തിനാ പണി ചെയ്ത്? വാ. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ലീവൊന്നുമില്ല, തിങ്കളാഴ്ച പോണം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം. ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ചയായുള്ളൂ. അതിനുള്ളിൽ ലീവ് എടുക്കാൻ പറ്റുമോ? നീ പോയതിനു ശേഷം ഒരു രസവുമില്ല. ലൈഫ് ആകെ ബോറായി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വിവാഹം കഴിയുന്നവരെ സഹിക്കാതെ പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിലേക്ക് വരുമോ? ഇന്ന് ഒരുപാട് പേഷ്യൻസ് വരുന്ന ദിവസമാ. വൈകിട്ട് വരാം. ഒരു പേഷ്യന്റ് വിളിക്കുന്നു. അതൊരു ഡെലിവറി കേസാ. 3-4 ദിവസമായിട്ട് പെൻഡിങ്ങിലാ. എന്നാ വേഗം ചെല്ല്, ഞാൻ പോണു. അമ്മേ, മോളോ? നീ വരുന്ന വിവരത്തിന് ഒരു എഴുത്ത് പോലും അയച്ചില്ലല്ലോടി. അമ്മയെ കണ്ടിട്ട് 2 ആഴ്ചയായില്ലേ. ഓടി വന്ന് കണ്ടേച്ച് പോവാന്ന് കരുതി. നീ വാ. അമ്മ, അവിയല് നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഇടമേ. നിനക്കവിടെ ആഹാരമൊന്നും കിട്ടുന്നില്ലേ? ഹോസ്റ്റലിൽ റേഷൻ അല്ലേ അമ്മേ? കാലത്ത് 3 ഇഡ്ഡലി, ഇതാ ഇത്ര സാമ്പാർ. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് ഊണ്, എന്തെങ്കിലും 2 തരം കറി. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതാ നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്. ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? ജോലിയൊക്കെ പരമസുഖ അമ്മ. പിന്നെ ഞങ്ങളുടെ ബോസിനൊരു മോളുണ്ട്. എന്ത് സ്മാർട്ടാണെന്നോ. ബോസ് എന്നാണോ നിന്റെ മുതലാളിയുടെ പേര്? അയ്യോ എന്റെ അമ്മേ, ബോസ് എന്ന് പറഞ്ഞാൽ മുതലാളി എന്നാ അർത്ഥം. അതെയോ? ഓരോരോ ഭാഷകളെ. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ മോളെ? മുതലാളിക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളോ? അതെ. എന്ത് നല്ല കുട്ടിയാണെന്നോ. ശ്രീമോൾ എന്നാ പേര്. പാവം കുട്ടി. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. അതെന്താ? അവളെ പ്രസവിച്ച 5-ാം ദിവസം അമ്മ മരിച്ചു. മുതലാളിയെ സൂക്ഷിക്കണം. ഒന്ന് പോ ഗൗതമേട്ടാ. കല്യാണം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുമ്പ് ഭാര്യ മരിച്ചു. ടിൽ നൗ നോ സെക്കൻഡ് മാരേജ്. ചെറുപ്പക്കാരൻ സുമുഖൻ, സുന്ദരിയായ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് തൊട്ടു മുന്നിൽ. മനസ്സിൽ ഒരു കൊച്ചു തീപ്പൊരി വീണാ പോരെ? ഒരു തീപ്പൊരിയും വീഴില്ല. സാറ് വളരെ നല്ലയാളാ. ഇൻഡീസെന്റ് ആയിട്ട് ഇന്ന് വരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതെ, പേഴ്സണൽ അസിസ്റ്റന്റിനോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. പക്ഷെ സാറല്ല, സാറിന്റെ മോളാ. എന്തൊരു ചുണക്കുട്ടിയാണെന്നറിയാമോ? ഞാൻ ജോയിൻ ചെയ്ത ദിവസം അവൾ എന്നെ ഒന്ന് വരട്ടി. നീ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വരണ്ടിരിക്കുക. കാര്യം? തീപ്പൊരി തന്നെ. വലിയ നഗരം, വലിയ വലിയ ആളുകൾ, പിന്നെ പെണ്ണിന്റെ മനസ്സല്ലേ. മണ്ണിനെ നമ്പലാം, ആന പെണ്ണിനെ നമ്പക്കൂടാതെ എന്നാ പണ്ടേതോ പാണ്ടിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും? മൃഗങ്ങളുമായിട്ടല്ലേ സഹവാസം. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് ഗൗതമേട്ടന് നഷ്ടപ്പെട്ടു എന്നാ എനിക്ക് തോന്നുന്നത്. എടി ബുദ്ധൂസേ, മനുഷ്യനേക്കാൾ വിശ്വസിക്കാവുന്ന മൃഗങ്ങളെയാണ്. അതൊരിക്കലും പിന്നിൽ നിന്ന് കുത്തില്ല. നട തുറന്നു, നമുക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോവാം. കൊച്ചിലെ മുതലുള്ള നിന്റെ ഈ ഭക്തിപ്രാന്ത് ഇതുവരെ മാറിയില്ലേ? അതൊരിക്കലും മാറില്ല ചേട്ടാ. ഞാൻ എപ്പോ വിളിച്ചാലും ദേവി വിളി കേൾക്കും. ആ, എന്നാ നീ പോയി വിളിച്ചിട്ട് വാ. ഞാൻ ഇവിടെ ഒന്ന് വിളിച്ചോളാം. അമ്മായിയോടുള്ള സ്നേഹത്തിന്റെ കാര്യമൊന്നും നീ പറയണ്ട ഗൗതമ. മോളെ, നീ ജോലി കിട്ടി പോയതിന്റെ അന്ന് നിന്നെ യാത്ര അയക്കാൻ വേണ്ടി ഗൗതമ ഇവിടെ വന്നതാ. പിന്നതേ ഇപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്. അതും നീ വന്നതുകൊണ്ട്. 2-3 പ്രാവശ്യം അമ്മയെ കാണാനായിട്ട് ഇറങ്ങിയതാ. അപ്പൊ അവിടെ പ്രസവം. പ്രസവോ? ആരാ മോനെ പ്രസവിച്ചത്? മൃഗാശുപത്രിയിലെ കാര്യമാണമ്മേ ചേട്ടൻ പറഞ്ഞത്. ആഹാ, ഞാൻ വിചാരിച്ചു നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും കാര്യമായിരിക്കുമെന്ന്.
ആ ഇന്നലെ ഏട്ടൻ വന്നിരുന്നു. നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തുമെന്നാ പറയുന്നത്. എടാ ഇങ്ങോട്ട് നോക്ക്. ഇവക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോയത്. അച്ഛനെ ആള് ജഗച്ചില്ല. ഇവളുടെ ശമ്പളം കൂടി ഇനി മൂപ്പൽസിന്റെ ആയി കിട്ടുമല്ലോ. എന്തിനാ പറയുന്നത്? അമ്മായിയുടെ അല്ലേ ഏട്ടൻ. പോളാടുന്നു. ആ അടുത്ത മാസം നിശ്ചയം വെച്ച് ചിങ്ങത്തി കല്യാണം നടത്തുന്ന ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. അമ്മായി എന്നെ ഇത്ര ചെറുപ്പത്തിലെ പിടിച്ച് കെട്ടിക്കണോ? ഞാൻ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻസല്ലേ. പയ്യനോ? ആ. നിനക്ക് വയസ്സെത്രയെന്ന് അറിയാമോ? എന്റെ പൊന്നമ്മായി ഇവളുടെ മുമ്പിൽ വെച്ച് അത് ചോദിക്കല്ലേ, എന്റെ ഗ്യാസ് പോവും. എടാ നിനക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ ഇവിടെ പ്രസവിച്ചതാ. അന്നേ ഏട്ടൻ പറഞ്ഞതാ ഗൗതമന്റെ പെണ്ണ് മുറപ്പെണ്ണ് തന്നേന്ന്. എന്നാ ഞങ്ങളുടെ കല്യാണം ഒന്ന് വേഗം നടത്തിത്താ. പെടക്കാതരാ മരുമാനെ. ഇത് പശുവിന് പേരെടുക്കുന്ന പോലെയൊന്നും അല്ല. നാളും നേരവും ഒക്കെ നോക്കണം. അമ്മായി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചുപോയി രജിസ്റ്റർ കല്യാണം ചെയ്താൽ എന്തോ ചെയ്യും? ഞാൻ ഈ അടിച്ചതിനകത്ത് കേട്ടതില്ല. പക്ഷെ അച്ഛൻ പറയും, പത്മാവതി പിള്ളേര് ബുദ്ധിയുള്ളവരാ, കല്യാണ ചെലവ് ലാഭം. സത്യം പറ, തനിക്ക് എത്ര വയസ്സായിടൂ? എന്തിനാ അറിയുന്നത്? എനിക്ക് വല്ല കല്യാണാലോചനയ്ക്ക് വേണ്ടിയാണോ? ഏയ്, താൻ എന്ന് പെൻഷൻ പറ്റി പോകുന്നെന്ന് അറിയാൻ വേണ്ടിട്ടാ. താൻ പെൻഷൻ പറ്റിയിട്ട് ഞാൻ പറ്റുകയുള്ളൂ. നളിനു, നീ വിചാരിക്കുന്നത് പോലെ എനിക്കത്ര പ്രായമൊന്നും ആയില്ല. മോളെ, ആന്റി വന്നിട്ടുണ്ട്. കാലത്ത് വന്നു. മോൾ എന്താ വല്ലാതിരിക്കുന്നത്? The delay in completing the work of doors and windows were due to... Good evening, madam. എന്താ മോളെ, എന്ത് പറ്റി? What happened? ശനിയാഴ്ച സ്കൂളിൽ മദേഴ്സ് ഡേയാ. എല്ലാ കുട്ടികളോടും മമ്മിമാരെ വിളിച്ചോണ്ട് വരണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അന്ന് മമ്മിമാരുടെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. അതിനെന്താ മോളെ, ഡാഡി വരാമല്ലോ. മദേഴ്സ് ഡേക്ക് ഡാഡിയാണോ വരുന്നത്? ഡാഡിയെയും കൊണ്ട് ചെന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കും. മിനിമോളും ഗീതയും സുജിത്തും എല്ലാവരുടെ മമ്മിമാരെ കൊണ്ടുവരുമ്പോ ഞാൻ മാത്രം ഒറ്റക്ക്. എനിക്ക് മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല ഡാഡി. കരയാതെ നിന്ന് കരഞ്ഞത് കൊണ്ടല്ലേ ഡാഡിക്ക് വിഷമം തോന്നിയത്? കരയാതെ മോളെ, ശ്രീമോട് പുതിയ മമ്മിയാണോ? അതെ. വരൂ. ശ്രീമോളുടെ മമ്മി മിടുക്കിയാണ്. ടീച്ചർ ടീച്ചർ, എന്താ മോളെ? ഇത് ആരാണെന്ന് അറിയാമോ? മോടെ പുതിയ മമ്മിയാണോ? അതെ, വരൂ. മദേഴ്സ് ഡേയിൽ സംബന്ധിക്കാനെത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. പരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യമായി അമ്മമാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ. നെക്സ്റ്റ് ഐറ്റം, ലൈൻ ആൻഡ് സ്പൂൺ റൈസ്. Next item, musical chair.